welcome to the 95th Oscars. ഓസ്കാർ എല്ലാ ജനുവരിയിലും കലണ്ടർ പുതിയൊരു വർഷത്തിലേക്ക് തിരിയുമ്പോൾ ലോകമെമ്പാടുമുള്ള സിനിമാ സമൂഹത്തിന്റെയും സിനിമാ ആരാധകരുടെയും ശ്രദ്ധ വരാനിരിക്കുന്ന ഓസ്കാർ അവാർഡുകളിലേക്കാണ് തിരിയുന്നത്, അല്ലെങ്കിൽ അക്കാദമി അവാർഡുകളിലേക്കാണ് തിരിയുന്നത്. ഈ വർഷത്തെ ഓസ്കാർ പുരസ്കാരങ്ങൾ ഈ കഴിഞ്ഞ മാർച്ചിലാണ് പ്രഖ്യാപിച്ചത്. അതിൽ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അഭിമാനമായി RRR സിനിമയിലെ നാട്ടുനാട്ടു സോങ്ങിനും അതേപോലെ എലിഫന്റ് വിസ്പേഴ്സ് എന്ന ഡോക്യുമെന്ററിക്കുമാണ് ഓസ്കാർ ലഭിച്ചത്. And the Oscar goes to The Elephant Whispers, Kartiki Gonsalves and Gunit Monga. 1929-ൽ കാലിഫോർണിയയിലെ റൂസ്വെൽറ്റ് ഹോട്ടലിൽ വെച്ചാണ് ആദ്യത്തെ ഓസ്കാർ അവാർഡ് ദാന ചടങ്ങ് നടന്നത്. ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ നടനാണ് എമിൽ ജാനിങ്സ്. ദി ലാസ്റ്റ് കമാൻഡ്, ദ വേ ഓഫ് ഓൾ ഫ്ലഷ് എന്നീ ചിത്രങ്ങളിലാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത്. ഓസ്കാർ എന്ന് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിൽ വരുന്ന ഒരു സംശയമാണ്, ആരാണ് ഓസ്കാർ കൊടുക്കുന്നത്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓസ്കാർ കൊടുക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. ഓസ്കാറിന്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഓസ്കാർ എന്ന് നമ്മൾ പറയുമ്പോഴും അക്കാദമി അവാർഡ്സ് എന്നാണ് ഒഫീഷ്യലി ഈ ഒരു അവാർഡിനെ വിളിക്കുന്നത്. ദ അക്കാദമി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. 1927 കാലഘട്ടത്തിൽ ഹോളിവുഡിലെ സിനിമാ പ്രവർത്തകർക്കിടയിലും ടെക്നീഷ്യന്മാർക്കിടയിലും ചില കോൺഫ്ലിക്ട്സ് ഉണ്ടായപ്പോൾ ഹോളിവുഡിലെ പ്രധാന സ്റ്റുഡിയോ ആയ MGM സ്റ്റുഡിയോയുടെ മേധാവി ലൂയി മേയർ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ തീരുമാനിച്ചു. സിനിമാ മേഖലയിലുള്ളവർ, അതായത് അഭിനേതാക്കളും ടെക്നീഷ്യന്മാരെയും എഴുത്തുകാരെയും എല്ലാം ഒരൊറ്റ ഓർഗനൈസേഷന് കീഴിലാക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ ഒന്നാണ് ദ അക്കാദമി എന്ന് നമ്മൾ പറയുന്ന അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസ് എന്ന ഓർഗനൈസേഷൻ. തുടക്കത്തിൽ സിനിമയിലെ 5 മേഖലയിൽ നിന്നുള്ളവർക്കാണ് ഈ ഒരു ഓർഗനൈസേഷനിൽ മെമ്പർഷിപ്പ് കൊടുത്തത്. അതായത് ആക്ടേഴ്സ്, ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, റൈറ്റേഴ്സ് ആൻഡ് മറ്റു ടെക്നീഷ്യന്മാർ. ഇത്രയും പേർക്കാണ് മെമ്പർഷിപ്പ് നൽകിയത്. അവരുടെ ഇടയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നായിരുന്നു പ്രധാന ലക്ഷ്യം. എന്നാൽ പിന്നീട് സിനിമ വളരുന്നതനുസരിച്ച് 5 കാറ്റഗറിക്കായിട്ട് മാത്രം മെമ്പർഷിപ്പ് നൽകിയ സംഘടന 17 കാറ്റഗറിയിലേക്കാണ് വളർന്നത്. അക്കാദമി അവാർഡ്സിന്റെ കാറ്റഗറീസിനെ പറ്റിയും അതേപോലെ എന്തൊക്കെ റൂൾസ് ആണ് ഉള്ളത് എന്ന് നോക്കുകയാണെങ്കിൽ നിലവിൽ 24 കാറ്റഗറീസിലാണ് അവാർഡുകൾ നൽകുന്നത്. ഏതൊക്കെയാണ് കാറ്റഗറീസ് എന്ന് നമുക്ക് നോക്കാം. ബെസ്റ്റ് പിക്ചർ, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ്, ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫി, ബെസ്റ്റ് പ്രൊഡക്ഷൻ ഡിസൈൻ, ബെസ്റ്റ് അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേ, ബെസ്റ്റ് സൗണ്ട്, ബെസ്റ്റ് ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം, ബെസ്റ്റ് ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം, ബെസ്റ്റ് ഫിലിം എഡിറ്റിംഗ്, ബെസ്റ്റ് ഒറിജിനൽ സ്കോർ, ബെസ്റ്റ് ഒറിജിനൽ സോങ്, ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ, ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ്, ബെസ്റ്റ് വിഷ്വൽ എഫക്ട്സ്, ബെസ്റ്റ് ഒറിജിനൽ സ്ക്രീൻ പ്ലേ, ബെസ്റ്റ് ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം, ബെസ്റ്റ് ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം, ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം, ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈൻ, ബെസ്റ്റ് മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈലിംഗ്, ബെസ്റ്റ് ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം. ഇത്രയും കാറ്റഗറീസിലാണ് നിലവിൽ അവാർഡ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഒരു അവാർഡിന് എങ്ങനെ എലിജിബിൾ ആകുമെന്ന് നമുക്ക് നോക്കാം. ഒരു നിശ്ചിത വർഷത്തിൽ ഒരു അവാർഡിന് എലിജിബിൾ ആകുന്നതിനായി ആ വർഷം ജനുവരി 1-നും ഡിസംബർ 31-നും ഇടയിൽ ലോസ് ഏഞ്ചൽസ് കൗണ്ടിയിലെ ഒരു കൊമേഴ്സ്യൽ തിയേറ്ററിൽ കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും ഒരു സിനിമ പരസ്യമായി ഓടിയിരിക്കണം. എങ്കിൽ മാത്രമേ അക്കാദമി അവാർഡ്സിന് ആ ഒരു സിനിമ എലിജിബിൾ ആകുകയുള്ളൂ. ഈ നിയമങ്ങൾ വിദേശ ഭാഷാ സിനിമകൾക്കും അതേപോലെ നമ്മുടെ ഇന്ത്യൻ സിനിമയുൾപ്പെടെ ബാധകമാണ്. എന്നാൽ വിദേശ സിനിമകളെ സംബന്ധിച്ച് അവരുടെ സിനിമ അവരുടെ തന്നെ രാജ്യത്ത് പ്രദർശിപ്പിച്ചാൽ മതിയാവും, US പ്രദർശിപ്പിക്കണമെന്നില്ല. അതേപോലെ ഡോക്യുമെന്ററികൾക്കും ഷോർട്ട് ഫിലിമുകൾക്കും വ്യത്യസ്ത യോഗ്യത ആവശ്യകതകളാണ് ഉള്ളത്. അവയുടെ നിർമ്മാതാക്കൾ തന്നെ അത് ഒഫീഷ്യലി സബ്മിറ്റ് ചെയ്യണം. അതേസമയം മ്യൂസിക്കൽ അവാർഡുകൾക്ക് ആ ഒരു മ്യൂസിക് കമ്പോസർ അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടറാണ് സബ്മിഷൻ ഫോം ഫയൽ ചെയ്യേണ്ടത്. ഇനി അവാർഡിനായി കാൻഡിഡേറ്റ്സിനെ ആർക്കൊക്കെ തിരഞ്ഞെടുക്കാമെന്ന് നോക്കുകയാണെങ്കിൽ അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസിലെ അംഗങ്ങൾക്ക് മാത്രമേ ഓസ്കാറിനുള്ള സ്ഥാനാർത്ഥികളെ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വോട്ട് ചെയ്യാനും സാധിക്കുകയുള്ളൂ. അക്കാദമിയെ ചലച്ചിത്ര നിർമ്മാണത്തെ വിവിധ ശാഖകളായി തിരിച്ചിരിക്കുന്നു. കൂടാതെ ഓരോ അവാർഡ് വിഭാഗത്തിലെയും നോമിനികളെ തിരഞ്ഞെടുക്കുന്നത് ആ ഒരു ബന്ധപ്പെട്ട ബ്രാഞ്ചിലെ അംഗങ്ങൾ തന്നെയായിരിക്കും. അതായത് എഴുത്തുകാരെ തന്നെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്, സംവിധായകരെ തന്നെ നോമിനേറ്റ് ചെയ്യുന്നു തുടങ്ങിയവ. എന്നാൽ ഒരു മികച്ച സിനിമയ്ക്കുള്ള സ്ഥാനാർത്ഥിയെ നോമിനേറ്റ് ചെയ്യുന്നത് അക്കാദമിയുടെ മുഴുവൻ അംഗത്വവുമായിരിക്കും. അതേപോലെ മിക്ക വിഭാഗങ്ങളിലെയും വിജയികളെ നിർണ്ണയിക്കുന്നതിനുള്ള വോട്ടുകൾ നൽകുകയും ചെയ്യുന്നു. ഇനി ആ ഒരു അവാർഡ് പ്രതിമയുടെ രൂപകൽപ്പന നോക്കുകയാണെങ്കിൽ ആ ഒരു പ്രതിമ രൂപകൽപ്പന ചെയ്തത് MGM ആർട്ട് ഡയറക്ടർ സെഡ്രിക് ഗിബ്ബൽസ് ആണ്.
ഗിബ്ബൽസിന്റെ രൂപകൽപ്പനയെ അടിസ്ഥാനമാക്കി യഥാർത്ഥ പ്രതിമ നിർമ്മിച്ചത് ശില്പി ജോർജ് സ്റ്റാൻലിയാണ്. വർഷങ്ങളോളം പ്രതിമകൾ ബ്രോൺസിൽ വാർപ്പിച്ച് 24 ക്യാരറ്റ് ഗോൾഡ് കവറിങ്ങും ഉണ്ടായിരുന്നു. സെക്കൻഡ് വേൾഡ് വാറിന് സമയത്ത് ലോഹത്തിന്റെ ക്ഷാമം കാരണം പ്രതിമകൾ പ്ലാസ്റ്റർ കൊണ്ടാണ് നിർമ്മിച്ചത്. നിലവിൽ അവ ഇപ്പോൾ പൂർണ്ണമായും സ്വർണം പൂശിയ ബ്രിട്ടാനിയം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രതിമയുടെ ഓസ്കാർ എന്ന വിളിപ്പേരിന്റെ ഉത്ഭവം 3 ഉറവിടങ്ങളിൽ നിന്നാണ് കണ്ടെത്തിയത്. പ്രതിമയുടെ പിൻഭാഗം തന്റെ ഭർത്താവ് ഹാർമോൺ ഓസ്കാറിന്റെ പോലെയാണെന്ന് നടി ബെത്ത് ഡേവിസ് അവകാശപ്പെട്ടു. മുദ്രാവാക്യം നിരാകരിക്കുന്നതിനാണ് അവാർഡിന് അതിന്റെ വിളിപ്പേര് നൽകിയെന്ന് കോളമിസ്റ്റ് സിഡ്നി സ്കോൾസ്കി വാദിച്ചു. ഈ പ്രതിമ തന്റെ അമ്മാവൻ ഓസ്കാറിനെ പോലെയാണെന്ന് അക്കാദമി ലൈബ്രറിയൻ മാർഗരറ്റ് ഹെറിക്കും പ്രഖ്യാപിച്ചു. എന്നാൽ വിളിപ്പേരിന്റെ യഥാർത്ഥ ഉത്ഭവം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നതാണ് സത്യം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.